പ്രവാസത്തിന് ചെറിയൊരു ബ്രേക്ക് കൊടുത്തു. സംഭവം ചെറിയൊരു ബോറടി തുടങ്ങി. അപ്പോൾ പിന്നെ എന്തായാലും നാട്ടിലൊന്ന് വന്ന് കറങ്ങിയച്ചും പോകാമെന്ന് വെച്ചു. നേരെ നാട്ടിലേക്ക് വന്നു. രാവിലെ എഴുന്നേറ്റു, വീടിനടുത്തുള്ള അമ്പലത്തിലേക്ക് വെച്ചു വിട്ടു. കാരണം കുറേ കാലമായി ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നിട്ട് നമ്മൾ തമ്മിൽ കുറേ കാലമായി സംസാരിച്ചിട്ട്. നേരെ പോയി ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം പുള്ളിക്കാരൻ കേട്ടു. എല്ലാം സെറ്റാക്കാമെന്ന് പറഞ്ഞു. സന്തോഷമുള്ള കാര്യങ്ങളെല്ലാത്തിനും പുള്ളിയും ചിരിച്ചു. എന്തായാലും സംഭവം ഓക്കെ ആയി. പിന്നെ നേരെ ശാസ്ത്ര ക്ഷേത്രത്തിൽ പോയി ദേവിയെ കണ്ടു. നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു. പിന്നെ അവിടുത്തെ ആൽച്ചുവട്ടിലൊക്കെ പോയിരുന്ന് നല്ല രീതിയിൽ മനസ്സിനെ ഒന്നങ്ങ് സെറ്റാക്കി എടുത്തു. അവിടെ ഇരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് വൈബാണ് കേട്ടോ മൊത്തത്തിൽ. പിന്നെ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ നോക്കുമ്പോൾ അമ്മയും അമ്മാമ്മയും കൂടെ ചെറിയ രീതിയിലുള്ള കൃഷിപ്പണിയൊക്കെ ചെയ്യുവാണ്. വീട്ടിലെ ഗാർഡൻ സ്പേസൊക്കെ ഒന്ന് അറേഞ്ച് ആക്കി സെറ്റാക്കി വയ്ക്കുന്നു. സംഭവം കൊള്ളാം, നല്ലൊരു ഭംഗിയുണ്ട്. കാരണം മഴയൊക്കെ പെയ്തിട്ട് ഇതെല്ലാം കിളിർത്ത് നല്ല സെറ്റായിട്ട് നിൽക്കുവാണ്. അപ്പോൾ നോക്കുമ്പോൾ അമ്മ കുറച്ച് ചെടിച്ചട്ടി മേടിച്ചിട്ട് വന്നിട്ട് അതിൽ മണ്ണ് ഫില്ലാക്കുക. ഞാനും കൂടി കുറച്ചൊന്ന് ഹെൽപ്പാക്കി കൊടുത്തു. മണ്ണെല്ലാം ഫില്ല് ചെയ്ത് സെറ്റാക്കി കൊടുത്തു. ഇനിയിപ്പോൾ വിശപ്പ് തുടങ്ങി. നേരെ പോയി അടുക്കളയിൽ നോക്കി നല്ലൊരു മാങ്ങ കിട്ടി. ഈ മാങ്ങയും ഉപ്പും മുളകും ഒക്കെ കൂട്ടി കുഴച്ച് കഴിച്ചിട്ട് എത്ര കാലാവും. നല്ല മാങ്ങയായിരുന്നു. നന്നായിട്ട് പോളി സെറ്റാക്കി കുറച്ച് ഉപ്പും മുളകും കൂടെ എടുത്ത് അതിൻ്റെ മീതി ഇങ്ങനെ തൂറ്റിയിട്ട് ഒരു പിടി പിടിച്ച്. എന്താ പറയുക, ഇപ്പം തന്നെ കപ്പൽ ഓടുക. എന്താ പറയണ്ടേ ഇതിൽ കൂടുതൽ. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ.